ഹലോ ഗൈസ്, ടോക്കിംഗ് ബഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റ്സ് പ്രകാരം നമ്മൾ JBLന്റെ 1300 സൗണ്ട് ബാറിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ അൺബോക്സിംഗ് സീനാണ്. ഈ വീഡിയോയിൽ ഇതിന്റെ അൺബോക്സിംഗ് മാത്രമല്ല, നമ്മുടെ ഒരു 3-4 മാസത്തെ യൂസർ റിവ്യൂ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഇതിനകത്ത് നമ്മുടെ റെഗുലർ TV സ്പീക്കറിന്റെയും നമ്മുടെ സൗണ്ട് ബാറിന്റെയും വോയിസ് കമ്പാരിസണും ആഡ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ബാക്കി വിശദമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ. കണ്ടില്ലേ, മെയിൻ സൗണ്ട് ബാർ. അതിന്റെ ഒപ്പം തന്നെ റിയർ സ്പീക്കേഴ്സ് രണ്ടെണ്ണം ഉണ്ട് ഇതിന്റെ സൈഡിൽ കണക്ട് ചെയ്ത് വെക്കുന്നത്. കൂടാതെ നമുക്കൊരു സബ് വൂഫർ ഉണ്ട്, നമ്മുടെ പുറകിലിരിപ്പുണ്ട്. കൂടാതെ ഇതിന്റെ സൈഡ് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് ഒരു 2 ക്യാപ്സും കൂടി അതിന്റെ ഒപ്പം കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ സബ് വൂഫർ. ഇത് ഇടുക്കാച്ചി സാധനം കേട്ടോ, അടിപൊളി. നമ്മളൊരു 4-5 മാസത്തെ എക്സ്പീരിയൻസ് ആണ് ഇത് യൂസ് ചെയ്തുകൊണ്ടുള്ളത്. ആക്ച്വലി ഗൈസ്, നമ്മൾ ഒരു സിനിമയൊക്കെ ഇത് യൂസ് ചെയ്തിരുന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് എക്സാക്ട്ലി ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വീട്ടിലാണെന്ന് നമ്മൾ അറിയില്ല ആക്ച്വലി. ഇതിന്റെ ആ പാക്കറ്റിൽ വരുന്ന സാധാരണ സാമഗ്രികളാണ് ഇതിലുള്ളത്. മെയിൻ സൗണ്ട് ബാർ, 2 പുറകിൽ വെക്കുന്ന 2 സ്പീക്കേഴ്സ്, കൂടാതെ അതിന്റെ HDMI കേബിൾ, പവർ കോഡ്, കൂടാതെ നമുക്ക് വേണമെങ്കിൽ ക്ലാമ്പ് ചെയ്ത് പിടിപ്പിക്കാം ഈ സൗണ്ട് ഭിത്തിയിലേക്ക്, അല്ലെങ്കിൽ വേണമെങ്കിൽ ടേബിൾ ടോപ്പ് ആയിട്ട് വേണമെങ്കിൽ വെക്കാം. കൂടാതെ റിമോട്ട് ഉണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള റിമോട്ട്, നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അത് കണക്ട് ചെയ്യാവുന്ന കുറെ കണക്ടേഴ്സും സ്ക്രൂ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പക്ഷെ നമ്മളിത് ഭിത്തിയിലേക്ക് പിടിപ്പിച്ചിട്ടില്ല, നമ്മൾ ആ ടേബിൾ ടോപ്പ് ആയിട്ട് തന്നെ അവിടെ വെക്കുമായിരുന്നു. കണ്ടില്ലേ, അതിന്റെ വലിപ്പം കണ്ടില്ലേ? ആ റിയർ സ്പീക്കർ നമ്മൾ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റിയർ സ്പീക്കറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാം. കൂടാതെ സെപ്പറേറ്റ് നമുക്ക് C ടൈപ്പ് വെച്ചിട്ടും ചാർജ് ചെയ്യാം. ഈ 2 റിയർ സ്പീക്കറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് സ്പീക്കേഴ്സോ സ്റ്റീരിയോ സ്പീക്കേഴ്സോ ആയിട്ട് നമുക്ക് വേറൊരു ടിവിയിലോ അല്ലെങ്കിൽ അതായത് ഇതായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്നീ ഡിവൈസ്, ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബോ ഇതിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. പിന്നെ ഈ പവർ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഇത് ചാർജ് ആകില്ല. നമ്മൾ ജസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് പവർ കണക്ട് ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആകും. ഏകദേശം നമുക്ക് ഇതിന് രണ്ടിനും 10 മണിക്കൂർ ബാക്കപ്പ് കിട്ടും. അതായത് ചാർജ് ചെയ്ത് പുറകിൽ വെച്ച് കഴിഞ്ഞാൽ 10 മണിക്കൂറോളം ബാക്കപ്പാണ് കമ്പനി അവകാശപ്പെടുന്നത്. നോക്കിക്കേ, എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ, നല്ല രസമുണ്ടല്ലേ? ഈ JBLന്റെ ഏറ്റവും സൗണ്ട് ബാറിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബാറാണ് 1300. ഇതിന്റെ താഴെ 1000 ഉണ്ട്, പിന്നെ 500 ഉണ്ട്, 800 ഉണ്ട്, അങ്ങനെ താഴത്തേക്ക് പല രീതിയിലുള്ള സൗണ്ട് ബാർ ഉണ്ട്. പിന്നെ വേറെ കുറെ ബ്രാൻഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിരുന്നു കേട്ടോ. അതിൽ ശരി ഒരു അടിപൊളി സിനിമാറ്റിക് ഔട്ട്പുട്ട് തരുന്നത് ഇതായിട്ടാണ് നമുക്ക് തോന്നിയത്. ഇത് കൂടാതെ ഉണ്ട് കേട്ടോ, പക്ഷേ നമുക്ക് ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോസിന്റെ ഒക്കെ ആയിട്ട് കുറേ കൂടെ പ്രൈസാണ്, എല്ലാം സെപ്പറേറ്റ് വാങ്ങണം. പക്ഷേ ഇതാകുമ്പോഴത്തേക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ബാറ്ററിയാണ്, ആ പുറകിലിരിക്കുന്ന സ്പീക്കേഴ്സ്. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്തിട്ട് കൊണ്ടുവയ്ക്കാം. മറ്റേ നമുക്ക് കണക്ട് ചെയ്തിടണം പവറായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്.